ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കത്തോലിക്ക തിരുസഭയുടെ പാരമ്പര്യത്തിലുള്ള ഒരു രാത്രി ജപമാണ്. പൗരസ്ത്യ സന്യാസ ഭവനങ്ങളിലും സന്യാസിമാരുടെ ജീവിതത്തിലും ഈ പ്രാർത്ഥനയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാർത്ഥന പഠിക്കാം, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യാം. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ മിക്ക ആൾക്കാരും നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. അതുമല്ലെങ്കിൽ ഉറക്കം വരുന്നില്ല. പലരും അതിനുവേണ്ടി മരുന്ന് കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് പേര് അസ്വസ്ഥതപ്പെടുന്നു. നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമേ നല്ല ആരോഗ്യം കിട്ടുകയുള്ളൂ. ശാന്തമായി ഏറ്റവും തീക്ഷ്ണതയോടെ അനുഗ്രഹം പ്രാപിച്ചുറങ്ങാനുള്ള ഒരു അത്ഭുത പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ അവസാനം 4-ാം സങ്കീർത്തനം 8-ാം തിരുവചനം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നന്നായിട്ട് ഉറങ്ങുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും അഭിഷേകത്തിലായിരിക്കുവാനും നമുക്ക് ഈ പ്രാർത്ഥന പഠിച്ച് ചൊല്ലാം. ഇത് ചൊല്ലേണ്ടത് ഇപ്രകാരമാണ്: നമ്മുടെ പണികളും അധ്വാനവും എല്ലാം കഴിഞ്ഞ് കിടക്കാനായിട്ട് നമ്മുടെ മുറിയിൽ വന്നു കഴിയുമ്പോൾ ശാന്തമായി ദൈവസന്നിധിയിൽ ആയിരിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. ഇപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോ മിശിഹായെ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്ര, അങ്ങയുടെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഇന്ന് ഞാൻ ചെയ്ത പാപങ്ങളും കുറവുകളും ക്ഷമിക്കണമേ. എൻ്റെ മനസ്സിനും ശരീരത്തിനും സമാധാനവും വിശ്രമവും നൽകണമേ. ഈ രാത്രിയിൽ എല്ലാ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ വിശുദ്ധ ദൂതന്മാരെ എൻ്റെ കാവലിന് അയക്കണമേ. ഞാൻ ഉറങ്ങുമ്പോഴും എൻ്റെ ഹൃദയം നിന്നിൽ വിശ്രമിക്കട്ടെ. ആമേൻ. സങ്കീർത്തനം 4-ാം അധ്യായം 8-ാം തിരുവചനം: ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവേ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. യേശുവിൻ പൂജിത നാമത്തിൽ ദുഷ്ടാരൂപികളെന്നേക്കും കുരിശിൽ ബന്ധിതരാകട്ടെ, സാത്താൻ ശക്തികൾ തകരട്ടെ. റാഫേൽ, ഗബ്രിയേൽ, മീഖായേൽ, മാലാഖമാർ, ദൂതന്മാർ, യോസേപ്പിതാവും മാതാവും രക്ഷാവലയം തീർക്കട്ടെ. പത്രോസ്, പൗലോസ്, ഇടയന്മാർ, രക്തസാക്ഷികൾ, ശിഷ്യന്മാർ, വിശുദ്ധരാകും പുണ്യാത്മാക്കൾ കാവൽ എന്നും നൽകട്ടെ. തിരുവചനത്തിൻ ശക്തിയാൽ അഭിഷേകത്താൽ നിറയട്ടെ, തിരുരക്തത്തിൻ അഭിഷേകം രക്ഷാകവചം തീർക്കട്ടെ. വിശുദ്ധ കുരിശിൻ അടയാളത്താൽ രക്ഷകനേശു ജയിക്കട്ടെ, ദുഷ്ടാരൂപികൾ അകലട്ടെ, ദൈവാത്മാവ് ഭരിക്കട്ടെ. യേശുവിൻ പൂജിത നാമത്തിൽ ദുഷ്ടാരൂപികളെന്നേക്കും കുരിശിൽ ബന്ധിതരാകട്ടെ, സാത്താൻ ശക്തികൾ തകരട്ടെ.